പൊതു ഇടങ്ങളിലേക്കും പരസ്യമായി പ്രവർത്തനം വ്യാപിപ്പിച്ച് മാവോയിസ്റ്റുകൾ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നഗരമധ്യത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. NIA കേസിലെ പ്രതികളടക്കം 10 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മാവോയിസ്റ്റ് സംഘത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ രാഷ്ട്രരക്ഷാസേനയുടെ ഇടപെടലും ഉണ്ടായി. ജനം ബ്രേക്കിംഗ്. കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പരസ്യമായി മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകൾ യോഗം ചേർന്നത്. ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ മറവിലാണ് മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകൾ യോഗം ചേരുകയും പ്രദേശത്തെ കടകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തത്. മഹാരാഷ്ട്ര ATS മാവോയിസ്റ്റ് കേസിലെ പ്രതി CP ഇസ്മയിൽ, വയനാട്ടിൽ പോലീസുകാരെ മാവോയിസ്റ്റുകൾ ആക്രമിച്ച കേസിലും മാവോയിസ്റ്റുകൾക്ക് ആയുധങ്ങളും മറ്റു സാധനങ്ങളും എത്തിച്ച കേസിലെ പ്രതിയുമായ എറണാകുളം സ്വദേശി അനൂപ് മാത്യു തുടങ്ങി 10ഓളം പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മാവോയിസ്റ്റ് അനുകൂലികളുടെ പോസ്റ്റർ ക്യാമ്പയിനും ലഘുലേഖാ വിതരണവും നടന്നുകൊണ്ടിരിക്കെയാണ് ഏതാനും യുവാക്കൾ പ്രദേശത്തേക്ക് എത്തുകയും രാഷ്ട്രരക്ഷാ വേദി എന്ന സംഘടനയുടെ പേരിൽ അച്ചടിച്ച മാവോയിസ്റ്റ് വിരുദ്ധ ഉള്ളടക്കത്തോടു കൂടിയ ലഘുലേഖകൾ പൊതുജനങ്ങൾക്ക് വിതരണവും നടത്തിയത്. മാവോയിസ്റ്റ് ആക്ടിവിസ്റ്റുകളെ അക്ഷരാർത്ഥത്തിൽ ഇത് ഞെട്ടിച്ചിരുന്നു. മാവോയിസ്റ്റുകൾ രാജ്യത്തിന് എത്രത്തോളം അപകടകാരികളാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായിരുന്നു ആ ലഘുലേഖയിലെ ഉള്ളടക്കം. കഴിഞ്ഞ ദിവസം വടകരയിലും ഇത്തരത്തിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പരസ്യമായി മാവോയിസ്റ്റ് അനുകൂല യോഗങ്ങൾ ചേരുന്നത് ആശങ്കയോടെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. ജനം, കോഴിക്കോട്.